ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ അതിന് ശേഷമാണല്ലോ ചായ കുടിക്കുന്നത്. അപ്പം ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു, നമ്മൾ ഹോം മേക്കേഴ്സ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ രാവിലെ കിച്ചണിൽ കയറുന്നതല്ലേ, ഒരു 6 മണിക്കാകുമ്പോൾ കയറും. രാവിലെ തൊട്ട് രാത്രി വരെ പണിയല്ലേ. എന്നിട്ട് ലാസ്റ്റിൽ കേൾക്കേണ്ടത് എന്താണ്? നീ എന്ത് ചെയ്തു വീട്ടിൽ? നിനക്ക് എന്തായിരുന്നു പണി? അല്ലേ, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാണ്? നമുക്ക് പ്രയോറിറ്റി ഞാൻ വിചാരിക്കുന്നത് നമ്മളെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക. ബാക്കി സൈഡിൽ നമുക്ക് എങ്ങനെയാണോ ലൈഫിൽ മുന്നേറാൻ പറ്റുന്നത്, നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് വേണ്ടത്. അല്ലാതെ നമുക്ക് എപ്പോഴും എല്ലാവരും തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്കാരും ഒരിക്കലും ഹാപ്പിയാക്കാൻ പറ്റത്തില്ല. എല്ലാം ജോലിയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഇത് പെട്ടെന്ന് തീർക്കണം, അത് മാറ്റണം ആദ്യം. പിന്നെ നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് ജോലികൾ തീർക്കുക. ഏറ്റവും അത്യാവശ്യം ഏതാണോ അത് ആദ്യം തീർക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പതിയെ കുറച്ച് റിലാക്സ് ചെയ്യുക. കുറച്ച് നമ്മളെപ്പറ്റി തന്നെ കുറച്ച് എന്താ പറയുന്നത്, നമ്മുടെ ഹെൽത്ത് കുറച്ച് ശ്രദ്ധിക്കുക. വെള്ളം നിറയെ കുടിക്കുക. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. പിന്നെ വീട്ടിലെ ജോലികൾ നമ്മൾ ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്, ചെയ്യണം. പക്ഷേ അത് നമ്മളെക്കൊണ്ട് പറ്റുന്നതനുസരിച്ച് ചെയ്യുക. ഇപ്പം എന്താ പറയുന്നത്, ഇങ്ങനെ രാവിലെ തൊട്ട് കിടന്ന് ചെയ്ത് റെസ്റ്റും എടുക്കാതെ നമ്മുടെ ശരീരം ശ്രദ്ധിക്കാതെ നമ്മൾ സ്ട്രെസ്ഡായിട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ നമ്മൾ സ്ത്രീകൾക്കുള്ള വേറൊരു തെറ്റിദ്ധാരണയാണ്, നമ്മൾ ചെയ്താലേ എല്ലാ കാര്യം ഭംഗിയായിട്ട് നടക്കൂ. ആ ഒരു കോൺസെപ്റ്റ് മാറ്റണം. ഇപ്പം നമ്മൾ ജോലികൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മക്കൾ ചെയ്യട്ടെ, കുറച്ച് ഹസ്ബൻഡിന് കൊണ്ട് ചെയ്യാൻ പറയുക. കൂടുതലല്ല, അവർക്ക് ഇച്ചിരി ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ സന്തോഷം, നമ്മുടെ ഹെൽത്ത്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. നമുക്ക് മറ്റൊരാളെ എപ്പോഴും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മൾ എത്രയൊക്കെ ചെയ്താലും യാതൊരു റിഗാർഡും അവർക്ക് കാണത്തില്ല. നമ്മൾ എന്തിനു വെറുതെ ചെയ്യണ്ടെന്നല്ല പറഞ്ഞ് ചെയ്യണം. പക്ഷേ നമ്മുടെ എന്താ പറയുന്നത്, ഒരു കംഫർട്ടോട് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം എന്താ പറയുക, നമുക്ക് ഒരു 5 മിനിറ്റ് സ്വസ്ഥമായിട്ടിരുന്ന് ചായ കുടിക്കുക, നല്ലൊരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളൊരു സാരി വെയർ ചെയ്യുക, ഒരു ഡ്രസ്സ് ഇടുക, പിന്നെ ഒരു മൂവി കാണുക. ഇതൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. അത് വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മൾ ഇന്നലത്തേക്കാളും നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു നല്ല ഹാബിറ്റ്, ഒരു പുതിയ തീരുമാനം, അല്ലെങ്കിൽ അവരവർക്ക് വേണ്ടി ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. അങ്ങനെ എന്തെങ്കിലും ആകാം. പക്ഷേ നമ്മൾ ഓരോ ദിവസം നമ്മൾ ഗ്രോ ആയിക്കൊണ്ടിരിക്കണം. പിന്നെ നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്, 40 വയസ്സ് കഴിഞ്ഞല്ലോ, ഇനി എനിക്കൊന്നിനും വയ്യ, എന്നെക്കൊണ്ടാകില്ല എന്നൊരു തോന്നലുണ്ട്. എപ്പോഴും ഒരു ക്ഷീണം, മെൻ്റലി ഡൗൺ ആയിട്ടിരിക്കുക. ഒരിടത്ത് ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കാതെ നമ്മൾ തന്നെ വിചാരിക്കണം, നമുക്ക് സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. എന്നിട്ട് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ സന്തോഷം കണ്ടെത്തുക. മിക്ക വീട്ടമ്മമാരും ജോലി തിരക്കിനിടയ്ക്ക് അവർ സമയത്ത് ആഹാരം കഴിക്കാൻ പോലും ശ്രദ്ധിക്കില്ല. ഒന്നെങ്കിൽ അവർ ഒരു നേരത്തെ ആഹാരം സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ അവർ വെപ്രാളപ്പെട്ട് കഴിക്കും. അവർക്ക് പോലും അറിയില്ല അവരെന്താ കഴിച്ചതെന്ന് അറിയില്ല. അല്ലെങ്കിൽ സമയം തെറ്റി കഴിക്കുക. പിന്നെ നമ്മുടെ ലൈഫ് മറ്റൊരു ലൈഫ് വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യല്ലേ. നമ്മൾക്ക് എന്തുണ്ടോ നമ്മൾ അതിൽ ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റുള്ള ലൈഫ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഫ്രസ്ട്രേഷൻ ബിൽഡപ്പ് ആവും. അത് മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഭയങ്കരമായിട്ട് അത് ബാധിക്കും. പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് എന്താ പറയുക, ഒരു സ്വഭാവമാണ് എല്ലാവരും എപ്പോഴും ഹാപ്പിയാക്കി വെക്കുക. വീട്ടിലെല്ലാവരും ഹാപ്പിയാണോ? ഞാൻ ആരെങ്കിലും വിഷമിപ്പിച്ചോ?
അങ്ങനെ പല പല ഡൗട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കും. നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷം നോക്കി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിൽ തന്നെ നമ്മൾ അകന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ വീട്ടിലെല്ലാവരുടെയും കാര്യങ്ങൾ ആവശ്യങ്ങൾ നമ്മൾ തന്നെ നിറവേറ്റി കൊടുക്കണം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടും നമ്മൾ അതിനും കൂടെ ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം കുറഞ്ഞത് കണ്ടെത്തണം. ഞാനീ പറഞ്ഞതിനോട് നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ട് ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.